പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയ്ക്കുള്ള സമ്പൂർണ്ണ സമർപ്പണം. വിശുദ്ധ ലൂയി ഡി ബോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന മാർഗം. 1-ാം ഘട്ടം പ്രാരംഭ ഒരുക്കത്തിൻ്റെ 12 ദിവസങ്ങൾ. 1-ാം ഘട്ടം ലോകത്തെ ഉപേക്ഷിക്കൽ, ആത്മശോധന, പ്രാർത്ഥന, സ്വന്തം ഇച്ഛയുടെ നിരാകരണം, ഇന്ദ്രിയ നിഗ്രഹം, ഹൃദയവിശുദ്ധിയുടെ പാലനം എന്നിവ പരിശീലിക്കുക. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ ധ്യാനിക്കാനും ഭൂമിയിൽ അവിടുത്തെ കാണാനും വിശ്വാസ വെളിച്ചത്തിൽ അവിടുത്തെ അറിയാനും ഹൃദയവിശുദ്ധി ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈശോ മിശിഹായുടെ അരൂപിക്ക് ഘടകവിരുദ്ധമായ ലോകാരൂപിയെ പുറത്താക്കാൻ ആത്മീയ ഒരുക്കത്തിൻ്റെ ആദ്യഘട്ടം ഉപയോഗപ്പെടുത്തണം. ദൈവത്തിൻ്റെ സർവാധികാരത്തെ ലോകാരൂപി നിഷേധിക്കുന്നു. പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടിപ്പിക്കുന്നത്. ഇത് മുഖ്യമായും ഈശോയുടെ അരൂപിക്ക്, അതായത് മറിയത്തിൻ്റെ അരൂപിക്ക് എതിരാണ്. മാംസത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത എന്നിവയിലൂടെയാണ് ലോകാരൂപി സ്വയം വെളിപ്പെടുത്തുന്നത്. ഇവ വഴിയായി ദൈവിക നിയമങ്ങളുടെ ലംഘനവും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ദുരുപയോഗവും സംഭവിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ, പാപപ്രേരണകൾ, മനുഷ്യ മനസ്സിൽ തിന്മയും അന്ധകാരവും നിറയ്ക്കുന്ന പ്രവൃത്തികൾ, മനുഷ്യന്റെ ഇച്ഛയെ തെറ്റിലേക്ക് നയിക്കുന്ന വശീകരണങ്ങൾ, ഇവയെല്ലാമാണ് ലോകാരൂപിയുടെ പ്രവൃത്തികൾ. വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് നമ്മെ വീഴ്ത്താൻ പിശാച് ഉപയോഗിക്കുന്ന പുറമോടികളും വശീകരണങ്ങളുമാണ് ലോകാരൂപിയുടെ ആഡംബരങ്ങൾ. 11-ാം ദിവസം മിശിഹാനുകരണം. നമ്മുടെ ജീവിത വഴികളിൽ തിരുത്തൽ വരുത്താനുള്ള തീക്ഷ്ണതയെക്കുറിച്ച്. പ്രത്യാശയ്ക്കും ഭയത്തിനും മധ്യേ ആടിയുലയുന്ന മനസ്സുമായി വലിയ ദുഃഖത്തോടെ ബലിപീഠത്തിങ്കൽ അണഞ്ഞ് ഒരുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങയുടെ ശുശ്രൂഷയിൽ ഞാൻ എങ്ങനെ സ്ഥിരതയുള്ളവനാകും? ഉടനടി അവൻ തൻ്റെ ഹൃദയത്തിൽ ദൈവസ്വരം കേട്ടു: ഇതിനുള്ള ഉത്തരം നിനക്ക് അറിയാമായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അത് ഇപ്പോൾ തന്നെ നീ ചെയ്യുക. നിനക്ക് സമാധാനമുണ്ടാകും. തൽക്ഷണം സമാശ്വാസവും സാന്ത്വനവും കൈവരുന്ന അവൻ തന്നെ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതോടെ അവൻ്റെ ആകുലതകളൊക്കെ അവസാനിച്ചു. പിന്നീട് തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അവന് ഒരാഗ്രഹവും തോന്നിയില്ല. പകരം ദൈവഹിതം കൃത്യമായി തിരിച്ചറിയാൻ അവൻ അഭ്യസിക്കുകയും ഓരോ സൽപ്രവൃത്തിയും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ അവൻ ആരംഭിക്കുകയും ചെയ്തു. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എന്നാണ് സങ്കീർത്തകൻ പ്രസ്താവിച്ചിട്ടുള്ളത്. ആത്മീയ പുരോഗതിയിൽ നിന്നും തെറ്റുതിരുത്തലിൽ നിന്നും നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മീയ പോരാട്ടത്തിന് ആവശ്യമായ അധ്വാനം. ഏറ്റവും ദുഷ്കരവും തങ്ങളുടെ സ്വാഭാവിക പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ വീരോചിതമായി പരിശ്രമിക്കുന്നവരാണ് പുണ്യസമ്പാദനത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നേറുന്നത്. തന്നെത്താൻ ജയിക്കാനും ആത്മനിഗ്രഹം ചെയ്യാനും ഒരുവൻ അങ്ങേയറ്റം പരിശ്രമിക്കുമ്പോൾ അവൻ കൂടുതൽ നേട്ടം കൊയ്യുകയും കൂടുതൽ കൃപ നേടുകയും ചെയ്യും. എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം നടത്താനും പ്രലോഭനങ്ങളെ മറികടക്കാനും എല്ലാവർക്കും ഒരേ ക്ലേശമല്ല അനുഭവപ്പെടുന്നത്. ആത്മനിയന്ത്രണത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും പുണ്യസമ്പാദനത്തിൽ മന്ദത പുലർത്തുന്നവനേക്കാൾ പുരോഗതി നേടുന്നത് അനേകം ദുരാശകൾക്ക് അധീനനെങ്കിലും ഉത്സാഹവും തീക്ഷ്ണതയും ഉള്ളവനത്രേ. പാവനാത്മാവെ വരിക വേഗം, ദാസരിലെന്നും വസിച്ചിടേണം. പാവനാത്മാവെ വരിക വേഗം, ദാസരിലെന്നും വസിച്ചിടേണം. നിന്നാലെ നിർമ്മിതമായ ഹൃത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടേണം. നിന്നാലെ നിർമ്മിതമായ ഹൃത്തിൽ ദിവ്യപ്രസാദം നിറച്ചിടേണം.
ആശ്വാസദായക പാവനാത്മാ ദൈവീക ദാനവും സ്നേഹവും നീ ജീവൻ തരുന്നൊരരുവിയും നീ അഗ്നി നീ ആത്മാവിൻ ലേപനവും നീ സപ്തവരങ്ങളും ഏകുവോനേ നിത്യപിതാവിൻ പാണിയല്ലോ നീ സപ്തവരങ്ങളും ഏകുവോനേ നിത്യപിതാവിൻ പാണിയല്ലോ നീ താതന്റെ വാഗ്ദാനം ദിവ്യനാം നീ മണ്ണിൽ പ്രഘോഷവരതരും നീ ആശ്വാസദായക പാവനാത്മാ ദൈവീക ദാനവും സ്നേഹവും നീ ജീവൻ തരുന്നൊരരുവിയും നീ അഗ്നി നീ ആത്മാവിൻ ലേപനവും നീ ഇന്ദ്രിയങ്ങളിൽ പ്രകാശമേകൂ മാനസേ സ്നേഹവും ചിന്തിടേണം ഇന്ദ്രിയങ്ങളിൽ പ്രകാശമേകൂ മാനസേ സ്നേഹവും ചിന്തിടേണം ദിവ്യ ശക്തിയാൽ മാനവതൻ ഗാത്രത്തിൻ ദൗർബല്യം നീക്കിയിടേണം ആശ്വാസദായക പാവനാത്മാ ദൈവീക ദാനവും സ്നേഹവും നീ ജീവൻ തരുന്നൊരരുവിയും നീ അഗ്നി നീ ആത്മാവിൻ ലേപനവും നീ ശത്രുവെ ദൂരെ അകറ്റിയങ്ങേ ദാസരിൽ ശാന്തിയരുളിടേണം ശത്രുവെ ദൂരെ അകറ്റിയങ്ങേ ദാസരിൽ ശാന്തിയരുളിടേണം ഞങ്ങൾക്കു മാർഗനിർദ്ദേശം നൽകി തിന്മകളൊക്കെ അകറ്റേണമേ ആശ്വാസദായക പാവനാത്മാ ദൈവീക ദാനവും സ്നേഹവും നീ ജീവൻ തരുന്നൊരരുവിയും നീ അഗ്നി നീ ആത്മാവിൻ ലേപനവും നീ താതനയും ദിവ്യപുത്രനയും പാവനരൂപിയാമങ്ങയെയും താതനയും ദിവ്യപുത്രനയും പാവനരൂപിയാമങ്ങയെയും നിന്നാലെ ഞങ്ങൾ അറിഞ്ഞു
അനവരതം ആശ്വാസദായക പവനാത്മാ ദൈവീക ദാനവും സ്നേഹവും നീ ജീവൻ തരുന്നൊരരുവിയും നീ അഗ്നി നീ ആത്മാവിൻ ലേപനവും നീ ദൈവപിതാവിനും മൃത്യുവിൽ നിന്നും ഉത്ഥാനം ചെയ്ത തിരുസുതനും ദൈവപിതാവിനും മൃത്യുവിൽ നിന്നും ഉത്ഥാനം ചെയ്ത തിരുസുതനും സംശുദ്ധ റൂഹായ്ക്കും ഒന്നുപോലെ സ്തോത്രം സ്തുതിയും സദാപി പ്രഭയോലം സമുദ്രതാരമേ സ്വസ്തി ദൈവമാതേ നീ അനുഗ്രഹീത പാപലേശമേശിടാത്ത കന്യേ ധന്യേ സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ പ്രഭയോലം സമുദ്രതാരമേ സ്വസ്തി ദൈവമാതേ നീ അനുഗ്രഹീത പാപലേശമേശിടാത്ത കന്യേ ധന്യേ സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ ഗബ്രിയേലെന്ന സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു ഗബ്രിയേലെന്ന സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു മത്തിനോ ശാന്തി ഉറപ്പേയല്ലോ അവതൻ നാമം വാഴ്ത്തിക്കുറിച്ച തന്നിൽ പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി ദൈവമാതേ നീ അനുഗ്രഹീത പാപലേശമേശിടാത്ത കന്യേ ധന്യേ സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയൂ നീ അന്ധതയിൽ ജ്യോതിസാകുതായേ അടിമച്ചങ്ങല പൊട്ടിച്ചെറിയൂ നീ അന്ധതയിൽ ജ്യോതിസാകുതായേ സർവരോഗവും അകറ്റണേ അമ്മേ സമ്പൂർണബോധം യാചിപ്പൂ ഞങ്ങൾ പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി ദൈവമാതേ നീ അനുഗ്രഹീത പാപലേശമേശിടാത്ത കന്യേ ധന്യേ സ്വർഗവിശ്രാന്തിതൻ കവാടമേ നീ ദൈവീക വചനമാമേശുനാഥൻ നിന്നോമൽ ശിശുവായി ജന്മമാർന്ന ദൈവീക വചനമാമേശുനാഥൻ നിന്നോമൽ ശിശുവായി ജന്മമാർന്ന നീ വഴി പ്രാർത്ഥന കേട്ടിടട്ടെ ഞങ്ങൾക്കു തായെന്നു കാട്ടിയാലും
പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. സർവത്തിലും അതിശയമാം കന്യേ, ശാന്തരിൽ അതീവ ശാന്തയാം നീ. സർവത്തിലും അതിശയമാം കന്യേ, ശാന്തരിൽ അതീവ ശാന്തയാം നീ. രക്ഷിക്കു പാപത്തിൽ നിന്നു ഞങ്ങളെ, വിശുദ്ധിയിൽ നീ എന്നും പാലിക്കൂ തായേ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. കന്മഷമേശാതെ കാത്തിടൂ നീ, സുരക്ഷിതമാക്കൂ മാർഗങ്ങളെ. കന്മഷമേശാതെ കാത്തിടൂ നീ, സുരക്ഷിതമാക്കൂ മാർഗങ്ങളെ. യേശുവിൽ ആമോദമാസ്വദിപ്പോളം മക്കളാം ഞങ്ങളെ കാത്തിടൂ നീ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. അത്യുന്നത സുരലോകത്തെങ്ങും സദാ, സർവശക്തനാം ത്രിത്വൈക ദേവ. അത്യുന്നത സുരലോകത്തെങ്ങും സദാ, സർവശക്തനാം ത്രിത്വൈക ദേവ. പിതാവേ പുത്ര റൂഹായ സ്തുതി, എന്നുമെന്നേക്കും ആമേനാമേൻ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതേ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. സ്തോത്രഗീതം. പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.